ക്യാമറ ആണ്. ഇത് ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. ഇതിനെതിരെ ശക്തമായ ജനവികാരം കേരളത്തിൽ ഉയർന്നു വരും. ഈ കെ ഫോണിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. കെ ഫോണുമായി ബന്ധപ്പെട്ട അഴിമതികളും അതുമായി വന്നിട്ടുള്ള അതിന്റെ മൊത്തം ടെൻഡറുമായി ബന്ധപ്പെട്ടതും തുക കൂട്ടിയതുമായി ബന്ധപ്പെട്ടതും ഒക്കെ ഇവിടെ നമ്മുടെ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. നമ്മളിത് കാണേണ്ട ഒരു കാര്യം, ഇതെല്ലാം IT സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അരങ്ങേറിയ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പദ്ധതികൾ ഓരോന്നും. 2018 മുതൽ IT ഡിപ്പാർട്ട്മെന്റിലും വ്യവസായ ഡിപ്പാർട്ട്മെന്റിലും IT ഡിപ്പാർട്ട്മെന്റിലും കെൽട്രോണുമായി ബന്ധപ്പെട്ട കരാറുകളും സമഗ്രമായി അന്വേഷിച്ചേ മതിയാവും. IT സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന വൻതോതിലുള്ള അഴിമതികളാണ് നമുക്ക് ഓരോ ദിവസവും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധയിൽപ്പെട്ടു. മാത്രമല്ല, ഇത്തരം പദ്ധതികളെല്ലാം അതിനുവേണ്ടിയായിരുന്നു. ഗവൺമെന്റിന് തുടർഭരണം ഉണ്ടാകാൻ വേണ്ടി പണമുണ്ടാക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. അതിന് പാവപ്പെട്ട ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കാൻ ഓരോ പദ്ധതിയും തയ്യാറാക്കിക്കൊണ്ടുവരികയായിരുന്നു. ഞാൻ സ്പ്രിംഗർ അഴിമതി ഉന്നയിച്ചു. നിങ്ങൾക്കറിയാൻ അഴിമതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമാണ് സ്പ്രിംഗർ. ആ സ്പ്രിംഗർ കമ്പനിയുമായി ബന്ധപ്പെട്ട അഴിമതികൾ എന്തിനു വേണ്ടിയായിരുന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ കമ്പനി തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിട്ടുണ്ട്.